ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് കോട്ടയം ബസ് സ്റ്റാൻഡിലാണ് ഗായ്സ്. ഞങ്ങളാണെങ്കിൽ എവിടെ പോയായിരുന്നു? നമ്മൾ തിരുവനന്തപുരം പോയ ഗൈസ്. ചാച്ചനെ കാണാൻ പോയ ഗൈസ്. ഞങ്ങൾ ഇത്ര ദൂരത്തു നിന്ന് ചാച്ചനെ കാണാൻ വേണ്ടി മാത്രം. ഏതൊക്കെയാ ഗൈസ്? പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇത്രയും ദൂരം വരേണ്ട കാര്യമുണ്ട്. അതെ, ഞങ്ങളുടെ കണ്ണിലുണ്ണിയാണ് ചാച്ചൻ. കണ്ണിലുണ്ണിയാണ് ചാച്ചൻ. ചാച്ചൻ കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവരും ലോകത്ത്. ഇത് ചാച്ചൻ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഓക്കെ ഗൈസ്, വണ്ടി എടുത്ത് നടക്കാൻ തുടങ്ങി. ഞാൻ ഇവിടെ നിന്ന് സെറ്റ് പഠിക്കണം. ശരി, ബൈ ഗൈസ്. നമ്മളിത് ഫുൾ ബ്ലോഗ് എടുക്കുന്നുണ്ട് ഗൈസ്. കാറ്റടിക്കുന്നുണ്ട്. നല്ല ബ്ലോഗായിരിക്കും. എല്ലാ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കാറ്റടിക്കുന്നതാണ് അങ്ങനെ കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ ഷട്ടർ അടച്ചിടാൻ പോകും. എനിക്കെല്ലാം ഞാൻ പനി പിടിക്കും. പനി പിടിക്കാൻ എനിക്ക് ഫുൾ വളർത്തിരിക്കുന്നതാണ്. 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കാപ്പി പിടിക്കാനായിട്ട് നിർത്തും. അപ്പോൾ നമ്മൾ അടുത്ത ഡേറ്റ്. ഓക്കെ, ബൈ ഗൈസ്. ഞങ്ങളാണെങ്കിൽ കഴിച്ചുകൊണ്ടാണെങ്കിൽ ചുമ്മാ എന്നെ തണുപ്പാണെന്നറിയാം. വന്നിട്ട് വ്യൂ വെച്ചതേ ഈ ചോക്ക് എന്നോട് ചെപ്പിട്ട് കയറിയിരിക്കുക. ഷർട്ട് തുറന്നിട്ടൊക്കെ നല്ല കാണിച്ചാണ്. എനിക്ക് ഫോട്ടോ പിടിച്ചാൽ കാണിച്ചാൽ നല്ല രസമുണ്ട്. വ്ലോഗ് എടുക്കുക. ഇതിന്റെ ഷട്ടർ തുറന്നിടുകയും വേണം. എൻ്റെ സ്വെറ്റർ വെക്ക് വേണം. എൻ്റെ അവളെ അപ്പനെ വിളിച്ച് കഴിച്ചു. ഇതിലെ പപ്സ് വെച്ചിരിപ്പുണ്ട്. അതിന്റെ പക്കത്താണ് ഞാൻ പപ്സ് വെച്ചത്. പപ്സ് വെച്ചിരിപ്പുണ്ട്. അയ്യോ, ഇരിക്കുന്ന എൻ്റെ പൊന്നു മോളെ മൈന്ന് കയറുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഇരിക്കുന്നുണ്ട്. എന്തോ വലിയ പാവം തോന്നുന്നു. കഴിച്ചാൽ പാവാണ്. അപ്പനെ 3 തവണ ഇപ്പം തന്നെ വിളിച്ചു വയ്ക്കും. അവൾക്ക് സൂര്യൻ പൊന്തി വന്നിട്ട് വേണം. സൂര്യൻ പൊന്തി വന്നിട്ട് എന്ന് ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ അതാണെങ്കിൽ ഇച്ചിരി ചൂട് കിട്ടൂല. അപ്പൊ അതാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇവക്ക് ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോയി 7 മണിയാകുമ്പോൾ ഷട്ടർ തുറന്നോന്ന്. 7 മണിക്ക് കൃത്യം 7 മണിക്ക് ഷട്ടർ തുറന്നു. ഡാമിൽ ഷട്ടർ പോലും ഇത്ര ടൈമിൽ അവൾക്ക് സൂര്യനെ കണ്ടിട. സൂര്യനെവിടെ കണ്ട അപ്പനെ മോളെ തീർന്ന്. എൻ്റെ പിന്നെ സ്വെറ്റർ കൊള്ളത്തില്ലാതെ ഞാൻ കാണിച്ചത്. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് നമ്മൾ ടീ ടൈമിലായിരിക്കും കാണാൻ പോകുന്നത്. സ്റ്റിൽ ദെൻ ടച്ച് ഗുഡ് ബൈ. അയ്യോ, നിൽക്കുന്ന സാധനം ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ നിലവിൽ എത്തിയിരിക്കുന്നത് ഞങ്ങളിപ്പോൾ നിലവിൽ എത്തിയിരിക്കുന്നത് അടൂരാണ് ഗായ്സ്. നിങ്ങൾക്ക് പാട്ട് കേൾക്കാവോ? അത് കാണിച്ചു കൊടുത്തില്ലേ? കണ്ടോ ഗൈസ്, സ്പീക്കർ ഇരിക്കുന്നുണ്ടോ? ഇത് എന്നെ നീ കാണിക്കില്ലേ? തിരിക്കുന്ന അവസ്ഥയില്ലല്ലോ ഇതല്ലേ. ഇത് പിന്നെ എന്തുവാ? അത് ഫോട്ടോയാ? ഞങ്ങൾ പറയുന്നതെല്ലാം കേൾക്കാമോ നിങ്ങൾക്ക്? ആ, മൈക്ക് കൊട്ടി പിടിച്ചേക്കുക. KSRTC ബസ്സിൽ ഈ പാട്ട് പുരോഗമനമേ. ഇപ്പം നമ്മൾ എവിടെ എത്തി? അടൂരെത്തി ഞങ്ങള്. ഞാൻ രാവിലെ ലിപ്സ്റ്റിക് ഇട്ടതായി. പക്ഷെ മൊത്തം പോയിട്ട് ഇവിടെ കൊണ്ടൊക്കെ എന്തോരം ഞാൻ ടീ ടൈമിൽ ഫ്രഞ്ച് ടീ ടൈമില് ഡ്രൈവറിന് എന്തോ ഡിപ്രഷനാണ്. ഈ അമ്മച്ചിക്ക് വയ്യ, കാല് വയ്യ, കൈ വയ്യ. ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടാ കഴിച്ചിരിക്കുന്നേ. ഞാൻ വോളിനി എടുക്കാൻ മറന്നു കഴിച്ചു. ഞാനിവിടെ
എനിക്ക് ഇന്നലെ ഭയങ്കര നടുവേദനയായിരുന്നു. അപ്പം ഞാൻ വോളിനി എടുക്കാൻ മറന്നു. എനിക്ക് വേറെ എടുക്കാൻ മറന്നാലും കുഴപ്പമില്ല. പക്ഷെ വോളിനി എടുക്കാൻ ലിപ്സ്റ്റിക് എടുത്തു. വോളിനി എടുക്കാൻ മറന്നത് എനിക്ക് ഭയങ്കര വിഷമമായി. ഞങ്ങളിനി ഒരു ടീ ടൈം ഉണ്ട്, ഒരു 9:15 അപ്പം ടീ ടൈമിൽ നമുക്ക് കാണാം. ഇപ്പം ഞങ്ങൾ തണുപ്പൊക്കെ ഒന്ന് മാറി ഞങ്ങളൊരു സെറ്റായി, സ്വെറ്ററൊക്കെ ഒന്ന് മാറ്റി വെച്ചു. അതാരണമാണ് ഞങ്ങളിപ്പോൾ എടുത്തത്. സോ ഇനി ടീ ടൈമിൽ കാണാം. കിട്ടി അങ്ങനെയൊക്കെ പോകണവിടെ അങ്ങനെ വേണ്ട. ഞങ്ങൾ 2K കിഡ്സ് ഞാൻ ഓഫാക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് സൂവിലെത്തിയേക്കുവാണ്. സൂവിൻ്റെ ഫ്രണ്ടിൽ എത്തിയേക്കുവാണ്. ഞങ്ങളിവിടെ പാട്ട് എഴുതി രസിച്ചുകൊണ്ടിരുന്നപ്പോൾ ലെവന്മാർ പാട്ട് ഓഫാക്കി കാണും. പാട്ട് ഏവർക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്ന ആൽവിൻ ടോം. ഓക്കെ, ആൽവിൻ അനുവാണ് ഇന്ന് നമ്മളോടൊപ്പം ചെയ്യുന്ന. അദ്ദേഹത്തോട് നമുക്ക് 2 വാക്ക് ചോദിക്കാം. പറയൂ, എന്താ പറഞ്ഞത്? കയറിനെ കണ്ടിട്ട് എന്താ ഇംപ്രഷൻ തോന്നി? പറ. ഇംപ്രഷൻ ഒന്നുമില്ല, ഒന്നും തോന്നിയില്ലേ? സത്യങ്ങൾ അങ്ങനെ എന്താ തോന്നിയേ കണ്ടിട്ട്? ഞാനും പറയും തുപ്പം തോന്നി. എന്താ പറ, പറയടാ. ഇത്രയും മതി. എൻ്റെ ചാച്ചൻ പോയതാണ്. ഓക്കെ ഗായ്സ്, അതുപോലെ തന്നെ ഫെമിക്ക് എന്നാ പറയാനുള്ളത്? വീട്ടിൽ ചെന്നിട്ട് പറയും മേലാ സാധനത്തിനെ കൊണ്ടുവന്നേക്കരുത്. മെസ്സേജ് എൻ്റെ പൊന്നു വള ഇനി 26-ാം തീയതി തന്നെ പോയാൽ മതി. ഇപ്പോഴുണ്ട് ഞാൻ ഇല്ലെന്ന്. ഇന്നത്തെ ദിവസം പോയി. എനിക്ക് നമുക്ക് ഇഷ്ടമായി ഗൈസ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വ്ലോഗ് തൽക്കാലം ഇപ്പൊ തൽക്കാലം നിർത്തുന്നു. നമ്മള് KSRTC ബസ്സിൽ കയറുമ്പോൾ നമ്മൾ വീണ്ടും അതുകൊണ്ട് നമ്മൾ വ്ലോഗ് തീരും. ഇത് ഞാൻ ഇന്ന് ഓർഡർ ചെയ്ത് ഫ്രഷ് ലൈം, ആൽവിൻ സുനി അനു ആൽവിൻ അനു അല്ലേ? ആൽവിൻ അനൂപ് എന്നാണോ? അനു ആൽവിൻ അനു, ഫെമി, ട്രിസ മരിയ സ്റ്റാൻലി, ഇവരുടെ ഓർഡർ ചെയ്തേക്കുന്നത്. എന്തിനാ ഞാനിപ്പോൾ പറയുന്നത്? ഓക്കെ, അപ്പം എല്ലാം ഓക്കെ ആയി. ഇനി നമ്മൾ പോയാൽ ഇച്ചിരി ക്ലാരിറ്റി ബ്ലറുണ്ട്. ഇടയ്ക്കെടുത്തൊരു വ്ളോഗിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്, പക്ഷെ അത് അവൻ തന്നെ ഓഫാക്കി കളഞ്ഞു. ഇതിപ്പോൾ ഉണ്ടല്ലോ മിക്കവാറും ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ലാഗ് വരും. നമ്മുടെ ഫോണിന് ക്ലാരിറ്റി ഇല്ലല്ലോ. ചാച്ചൻ്റെ ഫോണെടുത്തതിന് അത്യാവശ്യം നല്ല ക്ലാരിറ്റി വന്നായിരുന്നു ഗൈസ്. ചാച്ചൻ്റെ ഫോൺ എടുത്ത് ചാച്ചൻ തരണ്ടേന്. ഓക്കെ ഗൈസ്, അപ്പം സെറ്റ് ആയിട്ടുണ്ടല്ലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വ്ലോഗ് നിർത്തുന്നു. ഞങ്ങൾ രാത്രി 12 മണി നമ്മൾ വീട്ടിൽ ചെല്ലത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഗോയിത്ര എക്സാം സെൻ്റർ ഡീറ്റെയിൽസ് എല്ലാം DM ചെയ്യുക. DM ചെയ്യുന്ന നമ്പർ 9207277710. അതാണ് നമ്പർ. അത് ഇവിടെ നമ്പർ അല്ലേ? ഞാൻ എൻ്റെ നമ്പർ ഒന്നും അറിയാൻ പറ്റരുത്. ഓക്കെ, അതാണ് നമ്പർ. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുക. TMS ഒരു ബസ്സിൻ്റെ പേരല്ലേ? നീ പോയപ്പോൾ ചിലവെന്ന് പറഞ്ഞത് നിന്റെ എന്നായിരുന്നാവോ? TMS നിങ്ങൾ ഇൻസ്റ്റാഗ്രാം കണ്ണാപ്പിയ മോളെ ലാൻഡ് ഓൺ എർത്ത് ഓൺ February 1. അങ്ങനെയായിരുന്നു ഇവളുടെ ഇൻസ്റ്റാ ID. കേക്ക് മർഡർ ചേട്ടായി സ്വാമിച്ചി. വ്ളോഗ് എടുക്കാനുള്ളൊരു മൂഡിലൊന്നുമല്ല, എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് മാത്രമാണ്. 6:30 വരുമെന്ന് പറഞ്ഞ ബസ് ഞങ്ങൾ തിരുവനന്തപുരം KSRTC സ്റ്റേഷനിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 2 അല്ലേ? 1:30 to 7:30, 7:30 to 8, 1.5 മണിക്കൂറായി ഞങ്ങൾ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് നിൽക്കുമായിരുന്നു കുറേ നേരം. ബസ് ലേറ്റ് ആണ്, എന്തോ ബ്ലോക്ക് കാര്യങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നു മോനെ, ഒരു ബസ് മാറ്റിത്തരാൻ നോക്കിയിട്ട് പോലും മാറ്റിത്തരാൻ പോലും പറ്റില്ല. ചുമ്മാ പട്ടി അതൊക്കെ ഇരിക്കുന്ന ഈ ഒറ്റ ബസ് വരുന്നില്ല. ഞങ്ങളോട് 2 പേരും കൂടെ ഉണ്ട്. അതാ നിങ്ങൾക്കറിയാമല്ലോ, അറിയാം. നമ്മളെല്ലാ ബ്ലോഗിലും നിങ്ങൾ കാണുന്നതായിരിക്കുമല്ലോ. വിഷമിക്കില്ലടി ചക്കരെ, വിഷമിക്കല്ലേ? എനിക്കെന്നാ വിഷമം? എനിക്കൊരു കുഴപ്പമില്ല. ഓക്കെ, അടുത്ത് ശരിക്കും അടുത്ത് കേട്ടോ.
മടുത്തു നീ ഒരാഴ്ച വീട്ടിൽ കയറട്ടെ ഞങ്ങളോ. ആ സത്യം. ഇവരാണെങ്കിൽ മറ്റേ കൊൽക്കട്ട വഴി ഒരു ക്ലാരിഫിക്കേഷൻ തരാം, ഞങ്ങൾ ലബനീസ് ഒന്നും അല്ല കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഞങ്ങൾ. അതെ, അങ്ങനെ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്ന ചത്ത്. ആൽവിന്റെ വായൊക്കെ ഇപ്പോഴാണ് കാര്യം തുറക്കുന്നത്. അവൻ രാവിലെ വന്നപ്പോൾ അവൻ എന്നോട് ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. അവൻ വെട്ടിയിട്ട വായത്തണ്ട പോലെ ഇങ്ങനെ നിൽക്കായിരുന്നു. അത് കാരണം അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ KSRTC ബസ് സ്റ്റാൻഡിൽ ഇരിക്കുകയാണ്. എന്തായാലും കുറച്ച് നേരം കൂടെ ബസ് വരെ നോക്കും, ബസ്സിന് വരെ പോകും. ഞാനൊരു ഡോളോ കൂടെ കഴിച്ചിട്ടിരിക്കുന്ന കാരണം 2 സൈഡിലേക്കും എന്നെ കണ്ണു പോകും. നോട്ടുണ്ടോ പൈസ ആയിട്ട് പോയി നോട്ടുണ്ടോ കൊടുക്കാൻ? ഇല്ലല്ലോ, നോട്ടുണ്ടോ പൈസ ആയിട്ട്? നോട്ടുണ്ടോ? ഇത് എന്നാ വെച്ചാ കൊടുക്കുന്നേ? നോട്ടിട്ടുണ്ടോ? അപ്പോൾ ഗൈസ് ഇനി ഇല്ല കേട്ടോ, ഞാനിനി ഭയങ്കര ടയേർഡായിരിക്കും. ഇതാണ് ഇന്നത്തെ തിരുവനന്തപുരം വ്ളോഗ്. ഓക്കെ, അപ്പോൾ ഒരു അടുത്തൊരു വ്ളോഗായിട്ട് ഈ ക്ലാരിറ്റിയൊക്കെ ഞങ്ങൾ അക്കൗണ്ടൊക്കെ റീച്ചായിട്ട് അക്കൗണ്ടൊക്കെ റീച്ചായിട്ട് ഞങ്ങൾ നല്ലൊരു ഫോണൊക്കെ മേടിച്ച് നല്ല വ്ളോഗൊക്കെ ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് വ്ളോഗായിട്ട് വരുന്നത്.